അപ്പോൾ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ആമിക്കും റൂമിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവരുടെ ഒരു ഇൻസ്റ്റയിലുള്ള റീൽസിന് 1 മില്യൺ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നാസിദ അവർക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അല്ലേ പാപ്പു? സന്തോഷമായോ? പിടിച്ചോ. പാപ്പുവിനും ആമിക്കും ഉള്ള ഗിഫ്റ്റാണ് അല്ലേ? കേക്ക് കാണിച്ചു തരുമോ എനിക്ക്? കാണിച്ചു തരുമോ? ഓക്കെ. എന്താ പാപ്പുന്റെ അമ്മേന്റെ റീലിന് 1 മില്യൺ നമ്മളെല്ലാരും. ഇപ്പൊ കേക്ക് കട്ടിയുണ്ടേ? പാപ്പ പിടിച്ചോ. എന്താ പറയണ്ട ഒന്നും പറയുന്നില്ല. അപ്പം 1 മില്യൺ ഹാപ്പി 1 മില്യൺ അതെ വീഡിയോ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്നുണ്ടോ പാപ്പു? ഓക്കെ, അടിപൊളി. ഞാൻ വായിൽ വെച്ചുതരാം. വായിലൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉമ്മച്ചെടുത്തരാം. ഫസ്റ്റ് തന്നെ നമ്മളെ കൊതിച്ചിപ്പാരോട് കൊടുത്തു. നീ ആമിക്കുട്ടി പിന്നെ അപ്പ ഇല്ല കഴിയും. ഓക്കെ, എനിക്ക് ഞാൻ തന്നെ കഴിച്ചോളാം. അപ്പം എല്ലാവർക്കും ഹാപ്പിയാവും. ഇഷ്ടപ്പെട്ടോ? കേക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു അല്ലേ? ഇന്നലെ ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ബിസി ആയിപ്പോയി ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്തായിരുന്നു നമ്മളെ 1 മില്യൺ അടിച്ചത്, എന്തിലായിരുന്നു എന്നുള്ളത് പറയാം കേട്ടോ. അത് നമ്മളെ ഇൻസ്റ്റാഗ്രാമില് നമ്മളെ ചാനലില് എന്താണ് നമുക്ക് നമ്മളുടെ നാസ്നീൻ ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്. ആ പേജിൽ നമ്മളൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു റീല്, ആ റീല് അതിന് ഇന്നലെ 1 മില്യൺ ആണ്. ഇപ്പൊ ഉള്ളത് 1.9 മില്യൺ ആണ് കേട്ടോ. അതെ, 1.9 മില്യൺ ആയി. നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ ചാനല് ഫോളോയും ചെയ്യണം, അതിൻ്റെ കൂടെ ഈ റീൽസ് എല്ലാം കാണുകയും ചെയ്യും. അപ്പൊ അതിന് ഒരുപാട് നല്ല കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എത്രയോ ഒരുപാട് കമന്റ് 736 കമന്റ്സ് ഉണ്ട്. അതെ, അപ്പം കുറേ നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയി. അതുപോലെ ഇവരും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ എക്സ്പെക്ട് ചെയ്യാതെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സന്തോഷത്തിന് തമിഴും കന്നഡയും ഒക്കെ അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട്. ഫുൾ തമിഴിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്ക് അടിച്ചേടാ എങ്ങനെ നീ അതിലേക്ക് പോയേ. അപ്പൊ ഇതിലിതാ ഇത്രയും 22K ഷെയർ ഉണ്ട്, 140K ലൈക്ക് ഉണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ആട്ടോ, നമുക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു സന്തോഷം നമുക്ക് ഭയങ്കരമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ചാനലിൽ കുറെ ആൾക്കാർ കയറി കാണുന്നുണ്ട്. എല്ലാം നല്ല എല്ലാത്തിനും കുറെ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താണോ ഇതിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങിയത്. അതെ, ഈ ഒരു റീലാണ് നമുക്ക് കുറച്ചൊരു ബ്രേക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലേ? ഇതിന് 639 കമന്റ്സ് ഉണ്ട്. അതെ, അപ്പം ഇപ്പൊ ഇത് കാണുമ്പോ ചിലപ്പോ എല്ലാവർക്കും ഇത് കണക്ട് ആവുമെന്ന് അറിയില്ല. പക്ഷെ നമ്മളുടെ ഒരു ഹാപ്പിനെസ് ഞങ്ങള് ഷെയർ ചെയ്തതേ ഉള്ളൂ. അതായത് ഇപ്പം ചിലവർ വിചാരിക്കും ഇതിലെന്താ ഇത്ര വലിയ സന്തോഷം എന്ന്. പക്ഷെ നമുക്കിത് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതേപോലെ യൂട്യൂബിലും കുറച്ചുകൂടെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ ആഗ്രഹമാണ്. അപ്പൊ നമ്മള് ചെയ്യുന്നുണ്ട് എഫേർട്ട്. അപ്പം പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ അടുത്തായിട്ട് ഞാനൊരു അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ASMR ആയിട്ടാണോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ്? അതൊരു പെയിന്റിനെ കുറിച്ചിട്ടാണ്. അത് പല ആൾക്കാരും പല രീതിയിലാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ASMR ആണ്.
ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ പറ, നിങ്ങൾ ASMR ആണോ അല്ലെങ്കിൽ അല്ലടാ, അപ്പൊ എന്തിനെ കുറിച്ചാണ് പെയിന്റിനെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് ASMR ആയിട്ടാണോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സംസാരിച്ച് ഭയങ്കര റിവ്യൂ ഒക്കെ പറയുന്ന പോലെയാണോ എന്ന് കമന്റ് ചെയ്യാം. എന്നാലേ എനിക്ക് നിങ്ങൾക്ക്. അപ്പൊ ഏതായാലും നമ്മളുടെ ഈ ഒരു നാസ്രീൻ ഫാമിലി എന്നുള്ള പേജ് നിങ്ങൾ എല്ലാവരും കയറി നോക്കുക ഇൻസ്റ്റയില്. എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യണം. അതെ, അപ്പം അത് നിങ്ങൾ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മളുടെ ഒരു 1 മില്യൺ ആയതിന്റെ ഹാപ്പിനെസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ ആമി ഇന്ന് കുറച്ച് ഡ്രോയിങ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് കാണിക്കാം. അവിടെ ഡാൻസ് ചെയ്ത ആളുണ്ട് കേട്ടോ, അവിടെ ആമീന്റെ കൂടെ റീൽസിൽ ഡാൻസ് ചെയ്ത ആള്. പാപ്പ ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, ഇനി ഇതാണ് ആമി വരച്ചിട്ടുള്ള പിക്ചർ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ആമിക്ക് ഇപ്പൊ ഈ ഒരു ടൈപ്പിലുള്ള പിക്ചേഴ്സ് വരയ്ക്കാനാണ് ഇഷ്ടം അല്ലേ? സീനറി 10ൽ എത്ര മാർക്ക് വരും? ഈ ഒരു പിക്ചറിന് ആമിക്ക് 10ൽ എത്ര മാർക്ക് കൊടുക്കുന്നു നിങ്ങൾ? എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അങ്ങനെ വരയ്ക്കുന്ന ആളല്ല, പക്ഷെ എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കത് 10 ഔട്ട് ഓഫ് 9 10 കൊടുത്താലും ഞാൻ ഓക്കെയാണ്. ഞാൻ അത്രയും ഓക്കെയാണ്. പിന്നെ അത് ഓരോരുത്തരെ വരയ്ക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ഉള്ള ഒന്ന് ഇതാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇതും നല്ല പിക്ചറാണ് കേട്ടോ. ഇതിങ്ങനെ ക്യാമറയിൽ കാണുന്നേക്കാളും എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതില് ക്യാമറയിൽ ഉള്ളത് ഇത് ഒരു സുഖമല്ല, പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ട് ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡ്രോയിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ കമന്റ് ചെയ്യൂ. ആമി എന്താ പറയാ ട്യൂട്ടോറിയലൊക്കെ ചെയ്യും, അതുപോലെ വെക്കേഷൻ ഹോബിയിലൊക്കെ നമ്മൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെ നമ്മളുടെ ബൈ പറഞ്ഞു. നമ്മളെ ചാനൽ എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണാ, ഫോളോ ചെയ്യാം, യൂട്യൂബ് നിങ്ങൾ കാണാം. പിന്നെ നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. കിഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് ഇങ്ങനത്തെ നമ്മള് പോസ്റ്റൽ പോലെ ജസ്റ്റ് ഇടുന്നതായിരിക്കും. ഒന്ന് എന്താണ് ജേർണൽ കിറ്റ്, ഒന്ന് കവായ് സ്റ്റിക്കർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ആമിയാണ് കേട്ടോ അതൊക്കെ സെലക്ട് ചെയ്തത്. ആമിക്ക് ഇഷ്ടമുള്ള കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അത് അവളുടെ ഇതേപോലെ ഫോളോവേഴ്സിനൊക്കെ കൊടുക്കാം. അത് എന്താന്ന് ഞാൻ കറക്റ്റ് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോസിലും പറ്റുന്ന പോലെ കമന്റ് ചെയ്യുക. കൂടുതൽ കമന്റ് ചെയ്യുന്നതും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഒന്ന് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന ഒറ്റൊരാൾക്ക് ഒന്നല്ല 2 ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അതൊന്ന് സെലക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെയ്യും. അയ്യോ പാപ്പ പറയട്ടെ. ഓരോരുത്തർ ആൾക്കാർക്ക് ഗിഫ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. അതിന്റെ ഞാൻ ഫോട്ടോഷൂട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക, കമന്റ് എന്തായാലും ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് സന്തോഷാവട്ടെ. അങ്ങനെയൊക്കെ ആവണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.